Hello, good evening. With Tan Kanakana Love and Tan Kanakana Romance, you are listening to Love Bites on Club FM. You give me hope and help me to cope. When life pulls me down, you bring me around. From you I learned love. It's for you I live. I love you because you are so kind, thoughtful and caring. You made me what I am. I love you. ഇഷ്ടപ്പെടുന്ന ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലേ. എന്നും ഇയാൾ കാണും നമ്മുടെ കൂടെ, നമ്മുടെ സ്വന്തമായിട്ട്. എന്നാലും പ്രണയത്തിൽ അവിടെ ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പൊങ്ങി വരാറുണ്ട്. തേഴ്സ്ഡേസിൻ്റെ പ്രത്യേകത അറിയാലോ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് റീനുവിൻ്റെ അടുത്തേക്ക് ഒരു സെലിബ്രിറ്റി ലവ് ഗുരു കൂടി വരും. ഇന്നും അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. ആരാന്നറിയണ്ടേ? കേട്ടുകൊണ്ടിരുന്നാൽ മതി ലവ് ബൈറ്റ്സ്. 2 പാട്ട് കഴിയുമ്പോൾ ഞാനും ആ ആളും ഇങ്ങെത്തും. ലവ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആണ്. നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, This is Rahman on Love Bites. ലവ് ബൈറ്റ് ചെയ്യോ? തീർച്ചയായിട്ടും ബൈറ്റ് ചെയ്യും. അതായത് ലവിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും. ഉണ്ടായിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ലവ് ബൈറ്റ്സ്. പ്രണയം എന്ന് വെച്ചാൽ റഹ്മാൻ എന്താ? ലവ്, ഐ സ്റ്റിൽ ഡോണ്ട് നോ വാട്ട് ലവ് ഇസ് ആക്ച്വലി. ബട്ട് ലവ് എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. ഇറ്റ് ക്യാൻ ബി പാരന്റൽ ലവ്, ഗേൾ ഫ്രണ്ട് ലവ് ഓർ ഫ്രണ്ട്ഷിപ്പ് ലവ്. എല്ലാത്തിന്റെയും ഒരു ഡീപ്പ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺലി അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. ഓരോരുത്തർക്കും അതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടീനേജിൽ ഉണ്ടാവുന്ന ലവ് ഇസ് ടോട്ടലി ബുൾഷിറ്റ് ആസ് അക്കോർഡിംഗ് ടു മീ. ഇറ്റ്സ് ഓൺലി ഇൻഫാക്ച്വേഷൻ. ഐ തിങ്ക് പ്യുവർ ലവ് ഇസ് ഓൺലി ആഫ്റ്റർ ദ ഏജ് ഓഫ് 30-35 ബിക്കോസ് യു ആർ ടോട്ടലി മെച്യൂർഡ്. യു സീ ദ വേൾഡ്, അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. 30-35 വയസ്സൊക്കെ ആയാലാണോ നമുക്ക് ശരിക്കും യഥാർത്ഥ പ്രണയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ റീനു ചോദിക്കുക, ട്രൂ ലവിന് ഒരു ഏജ് ഉണ്ടോ? ഉത്തരം പോസ്റ്റ് ചെയ്യണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റഹ്മാൻ ആൻഡ് റീനു. പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ആദ്യ പ്രണയം ഓർക്കാൻ എന്തോ ഒരു സന്തോഷം വരുന്ന ഒരു കാര്യമല്ലേ. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആണ്. എൻ്റെ കൂടെയുണ്ട് റഹ്മാൻ. റഹ്മാന്റെ ആദ്യത്തെ പ്രണയത്തെ കുറിച്ച് എന്റെ അടുത്ത് പറയോ? എന്റെ ഫസ്റ്റ് ലവ് സ്കൂളിൽ നിന്ന് ഒരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു. അത് പെൻപാലായിരുന്നു. ഷീ വാസ് ഫ്രം ബീഹാർ. നൗ ഷീസ് ഇൻ ജർമ്മനി. അന്നത്തെ മീഡിയം എന്ന് പറയുന്നത് ഈ കോമിക്സിലൊക്കെ വരുന്ന അഡ്രസ്സും ഒക്കെ എടുത്ത് പെൻപാലായിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഫേസ്ബുക്ക് വഴി ഞാൻ അവളെ നേരിട്ട് കണ്ടു. കണ്ടപ്പോ എന്ത് തോന്നി? കൊള്ളാം. പക്ഷെ 2 വലിയ കുട്ടികളുടെ അമ്മയായി മാറി. We missed so many things. We couldn't meet each other. But it continued for about 3 to 4 years. ആ പെൻപാൽ എന്നറിയോ റഹ്മാൻ ഒരു ഫേമസ് ആക്ടർ എന്നുള്ള കാര്യം? അതെ, ഞാൻ പടത്തിലേക്ക് വന്നതിന് ശേഷമൊക്കെ അവൾക്ക് അറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ആദ്യത്തെ ഒരു ഇത് വൺ സൈഡ് ലവ് ആയിരുന്നു. അത് കോളേജിൽ, MES കോളേജിൽ. ഒന്നുമില്ല, അവളെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി. അത് വൺ സൈഡ് ആയിരുന്നു. അവൾക്കത് അറിയോ ഇല്ലെന്ന് അറിയില്ല. അവളുടെ പേര് ഖദീജയായിരുന്നു. മുഴുവൻ പേര് പറഞ്ഞില്ല. നെഞ്ചുരുക്കി മനസ്സ് വിഷമിച്ച ഒരു ബ്രേക്കപ്പ് റഹ്മാൻ ഉണ്ടായിട്ടുണ്ടോ? പറയാൻ പറ്റില്ല എനിക്ക്. ഓക്കെ, പറയണ്ട. പക്ഷെ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് റഹ്മാന് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയാം. Keep listening to Love Bites. Reenu and Rahman will be back. Club FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആണ്. എൻ്റെ കൂടെയുണ്ട് റഹ്മാൻ. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു തേഴ്സ്ഡേസിൽ നിങ്ങളുടെ പ്രണയത്തിലെ സംശയങ്ങൾ ചോദിക്കാമെന്ന്. ആദ്യമായിട്ട് ആ ചോദ്യം ചോദിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്ന നിമിഷിനാണ്. റഹ്മാൻ നിമിഷ് പറഞ്ഞിരിക്കുന്ന കക്ഷിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളവനേക്കാളും 3 വയസ്സ് മൂത്തതാ. അപ്പൊ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, പറ്റില്ല, നീ എന്നെക്കാളും ഇത്ര ഇളയതല്ലേന്ന്. വെൽ നിമിഷ്, എല്ലായിടത്തും ഞാൻ പറയുന്നത് ഓപ്പൺ ആൻഡ് ടോക്ക് ഫ്രം യുവർ ഹാർട്ട്. മനസ്സിലെന്ത് തോന്നുന്നു അത് പച്ചക്ക് പറയാ. ആൻഡ് യു മൈറ്റ് ഗെറ്റ് ദ റെസ്പോൺസ്. അത് ഐ മീൻ ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ് ആൻഡ് ഷീ വിൽ അക്സെപ്റ്റ് യു. ഫർഗെറ്റ് ഏജ്. നിമിഷ്, ഏജ് ഒരു വലിയ ഫാക്ടർ അല്ല. യുനോ ഇറ്റ്സ് ജസ്റ്റ് യുവർ മൈൻഡ് ആൻഡ് യുവർ ഹാർട്ട്. ലവ് ബൈറ്റ്സിൽ റീനുവും പറയാറില്ലേ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അതൊക്കെ നമ്മുടെ മനസ്സിലാണ്. നമുക്ക് പ്രണയം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം. ആ കുട്ടിക്ക് പ്രണയം ഉണ്ടെങ്കിൽ ആ കുട്ടി ആക്സെപ്റ്റും ചെയ്യും. അല്ലാതെ ഏജ് എന്നൊക്കെ വിചാരിച്ച് പ്രണയിക്കാതിരിക്കണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. ഇതുപോലൊരു ചോദ്യം ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ ചോദിക്കണോ? എന്നാൽ 56070 ആ ചോദ്യം അയച്ചോളൂ. ഫോമാറ്റ്
ലവ് FM സ്പേസ് നിങ്ങളുടെ ചോദ്യം ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്